കൃഷിമന്ത്രി മാത്രമല്ല, മികച്ച ഒരു കർഷകൻ കൂടിയാണ് മന്ത്രി പി പ്രസാദ്. ചേർത്തലയിലെ മന്ത്രിയുടെ വീട്ടിലെ കൂൺ കൃഷി വിളവെടുത്തപ്പോൾ 100 മേനിയാണ് ഫലം. പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിലായിരുന്നു ചിപ്പിക്കൂൺ കൃഷി നടത്തിയത്. ചേർത്തലയിലെ വീട്ടുവളപ്പിൽ പതിവ് ഓണകൃഷിയായ പൂവിൽ നിന്ന് മാറി കൂൺ കൃഷിയാണ് മന്ത്രി പി പ്രസാദ് ഇത്തവണ പരീക്ഷിച്ചത്. 500 ബഡ് ചിപ്പിക്കൂണാണ് വീടിന് മുന്നിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഷെഡിൽ കൃഷി ചെയ്തത്. സംസ്ഥാനത്ത് കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി കൂൺ ഗ്രാമങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഭാഗമായാണ് മന്ത്രിയും കൂൺ കൃഷി നടത്താൻ തീരുമാനിച്ചത്. കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സബ്സിഡി നൽകുന്നതായും കർഷകർക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശികമായി അവ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നവർക്ക് കേരളാഗ്രോ ബ്രാൻഡ് നെയിമും കൂടി കൊടുത്ത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി എത്തിക്കാനാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കേരള അഗ്രോ ബിസിനസ് കമ്പനി അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂണിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് സൗജന്യമായി കേരള അഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിം കൊടുക്കും. അവർക്ക് ആവശ്യമായ പാക്കിങ്ങിനും മറ്റും സൗജന്യമായ പരിശീലനങ്ങൾ നൽകും. മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി ഇക്കാര്യത്തിൽ ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. അപ്പോൾ മെച്ചപ്പെട്ട പാക്കിങ്ങോടെ ഗുണമേന്മയുള്ള കൂൺ ഉൽപ്പന്നങ്ങൾ നമ്മൾ ലോക വിപണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ലോക വിപണിയിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ ഉൽപ്പന്നങ്ങളും എത്തിക്കും. ഹിമാചൽ പ്രദേശിലെ സോണലിൽ ആദ്യം 5 കർഷകരെ അയച്ച് പരിശീലനം നേടിയ ശേഷമാണ് കേരളത്തിൽ കൂൺ ഗ്രാമങ്ങൾ ആരംഭിച്ചതെന്നും അടുത്ത സംഘത്തെ ഉടൻ അയക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ പ്രാദേശിക വിപണിയിലാണ് വിറ്റഴിക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.